സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ ഏകദേശം 4 മണിയോട് കൂടി കഴിഞ്ഞു. ഇപ്പം വണ്ടിയിൽ ജസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് ലോട്ടറി എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ നിറയെ ലോട്ടറി ഉണ്ട്, ഒന്നും വിറ്റ് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു 2 ലോട്ടറിയെങ്കിലും എടുത്ത് സഹായിക്കണം. ഹസ്ബൻഡ് ഡയാലിസിസ് പേഷ്യൻ്റാണ്, ആൾക്ക് നാളെ ട്രീറ്റ്മെൻറ്റ് പോണ ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച്. അപ്പം ഞാൻ 2 ലോട്ടറി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വന്നപ്പം ആൾക്ക് കിഡ്നി പേഷ്യൻ്റാണ്, വീക്കിലി 3 ടൈംസ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു മോനാണുള്ളത്, ആൾ +2 പഠിക്കുന്നേ ഉള്ളൂ. ചേട്ടൻ കൽപ്പണിക്കാരനായിരുന്നു, ആളിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. ചേച്ചി ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനവും പിന്നെ അവിടെ അടുത്തെവിടെയുള്ള ടെമ്പിളിൽ നിന്നുള്ള ഒരു കിറ്റ് മറ്റേ വീക്കിലി കൊടുക്കുന്നുണ്ട്, വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നതെന്നാണ് പറഞ്ഞത്. എനിക്ക് കണ്ടിട്ട് ജെന്യുവനായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ തീരെ ചെറിയൊരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ടിക്കറ്റും എടുത്ത് ചെറിയൊരു എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സാഹചര്യം കൂടെ വെച്ചിട്ടാണ് ഞാനത് അത്രയ്ക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു 1 ഇയറായിട്ട് ജോബ് ഇല്ലാണ്ട് നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പം അതിൻ്റെയും കൂടെ ബേസിൽ ചെയ്ത് പിന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നീടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാണ്ട് അവസരം ഉണ്ടായാൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് വാങ്ങിച്ചത്. അപ്പം ജസ്റ്റ് ഇതിലേക്കൂടെ ഷെയർ ചെയ്യാമെന്നും കൂടെ കരുതി, യൂട്യൂബ് വഴി. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകും. ഇതിൽ അവരുടെ തന്നെ കോൺടാക്ട് നമ്പറാണ്, ഇതിൽ ഫോട്ടോയിൽ കാണുന്ന ചേട്ടൻ്റെ തന്നെ നമ്പറാണ് ഞാനിതിൽ കൊടുക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും.